ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എപ്പോഴും വീട്ടിലൊക്കെ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 3 എണ്ണം വരെയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ടയൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതെന്താ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മുട്ടയും ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം വലുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് പകുതി എടുത്താൽ മതിയാകും. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഒരു ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിൽ നിന്നും കുറച്ച് ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉഴുന്നുവടയുടെയൊക്കെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുന്നത്. ആ ഒരു മിക്സിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒരു ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണമെന്നില്ല, ചെറിയ ഓരോ ബോൾസ് ആക്കി എടുത്താലും മതി. ഇപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമേ ഉള്ളൊരു കോട്ടിങ്ങിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോകരുത്. ഈ ഒരു തിക്നെസ്സിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ 2-3 ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് എന്നിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും മൈദയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് ഉടനെ തന്നെ തിരിച്ചിടാൻ നിൽക്കരുത്. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടൂ. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. നമ്മൾ ഉഴുന്നുവടയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ പുറത്തെ ആ ക്രിസ്പിനെസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്നാക്കും റെഡിയായി കിട്ടുന്നത്. ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്